കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിനെ വിട ചൊല്ലി നാട്. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പം ഇന്ന് ആരോഗ്യമന്ത്രി. ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ശ്വാസം മുട്ടി മരിച്ചതല്ലെന്നും അപകടം നടന്നപ്പോൾ തന്നെ മരിച്ചുവെന്നും റിപ്പോർട്ടിൽ. മരണത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി. ബിന്ദുവിന്റെ കുടുംബത്തെ സന്ദർശിച്ച് മന്ത്രി VN വാസവൻ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രിക്ക് പിന്തുണയുമായി ഇടതുപക്ഷ നേതാക്കൾ. നടക്കുന്നത് കള്ളപ്രചാരവേലയെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നുവെന്ന് മന്ത്രി VN വാസവൻ. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങി പ്രതിപക്ഷ സംഘടനകൾ. വീണ ജോർജ് ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിലാക്കിയെന്ന് VD സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ച പാലക്കാട് നാട്ടുകൽ സ്വദേശിയുടെ ആരോഗ്യനില ഗുരുതരം. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം പോസിറ്റീവ്. 100-ലേറെ പേർ ഹൈറിസ്ക് സമ്പർക്ക പട്ടികയിൽ. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച മലപ്പുറം മങ്കട സ്വദേശി 17-കാരിക്ക് നിപയെന്ന് സംശയം. ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അമേരിക്കയിലേക്ക്. യാത്ര നാളെ പുലർച്ചെ ദുബായ് വഴി. മുഖ്യമന്ത്രി പോകുന്നത് ഒരാഴ്ച നീളുന്ന ചികിത്സയ്ക്ക്. ഭാരതാംബ വിവാദത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർക്ക് തിരിച്ചടി. സസ്പെൻഷൻ സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് ഹൈക്കോടതി. ഹർജിയിൽ വൈസ് ചാൻസലർ സത്യവാങ്മൂലം നൽകണം. VCയുടെ വിശദീകരണം തേടി ഹൈക്കോടതി. കേരള സർവകലാശാല VCക്കെതിരെ CPM മുഖപത്രം ദേശാഭിമാനി. VC RSSന്റെ ദാസ്യപ്പണി എടുക്കുന്നുവെന്ന് വിമർശനം. രാജ്ഭവൻ RSS ശാഖ അല്ലെന്ന് ഗവർണറും ശിങ്കിടികളും മനസ്സിലാക്കണമെന്നും മുഖപ്രസംഗം. മധുരാകൃഷ്ണ ജന്മഭൂമി തർക്കക്കേസിൽ ഷാഹി മസ്ജിദ് തർക്കസ്ഥലമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം തള്ളി. കയ്യേറ്റങ്ങൾ നീക്കണമെന്ന ആവശ്യം തള്ളിയത് അലഹാബാദ് ഹൈക്കോടതി. കേസ് കോടതിയുടെ പരിഗണനയിൽ. ആവശ്യം അംഗീകരിച്ചാൽ മുൻവിധിയാവുമെന്ന് കോടതി. ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസാക്കി US കോൺഗ്രസ്. ബിൽ അമേരിക്കയുടെ കുടിയേറ്റ സാമ്പത്തിക നയങ്ങളിൽ മാറ്റം ലക്ഷ്യമിട്ട്. ചരിത്ര നേട്ടമെന്ന ട്രംപ് ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ ചെലവുകൾ വെട്ടിക്കുറയ്ക്കും. ക്രൂരമായ ബജറ്റ് ബില്ലെന്ന് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ.